നമ്മളൊക്കെ എന്താണോ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതാണ് പിന്നീട് അവർ സമൂഹത്തിന് കൊടുക്കുന്നത്. മക്കൾ ആവശ്യപ്പെടുന്നതെല്ലാം നമ്മളങ്ങ് മേടിച്ചു കൊടുക്കും, ഒന്നിനും ഒരു കുറവും വരുത്തുകയില്ല. പക്ഷെ അതിലൊക്കെ മിതത്വം പാലിച്ചില്ലെങ്കിൽ പിന്നീട് എല്ലാം ഒരു തളികയിൽ തൻ്റെ മുമ്പിൽ കിട്ടുമെന്ന് അവരങ്ങ് വിചാരിച്ചു പോകും. നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും നമ്മുടെ പിള്ളേർ അനുഭവിക്കാൻ പാടില്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, പിന്നീട് ജീവിതത്തിൽ അതൊക്കെ കിട്ടാതെ വരുമ്പോൾ അവരങ്ങ് നിരാശരായി പോകും. ആവശ്യത്തിൽ കൂടുതൽ കാശ് പിള്ളേർക്ക് കൊടുത്താലേ പണത്തിൻ്റെ വില അവർ പഠിക്കത്തില്ല. പണം കൊണ്ടെല്ലാം നേടാമെന്നാണ് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ആർജവം വിൽക്കാനും തങ്ങളുടെ ഹൃദയവും ആത്മാവുമൊക്കെ വിൽപ്പനച്ചരക്കാക്കാനും അവർ തയ്യാറാകും. ബുക്കും തുണിയും ചെരുപ്പും ഒക്കെ എപ്പോഴും അശ്രദ്ധയോടെ വലിച്ചെറിയുന്നവരുണ്ട്. ഓരോ പ്രാവശ്യവും നമ്മൾ ചെന്നതങ്ങ് എടുത്തു കൊടുക്കും. ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരുടെ തലയെ കെട്ടിവെക്കാനാണ് അപ്പോഴവർ ശീലിക്കുന്നത്. സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവിടെ കേൾക്കുന്ന അശ്ലീല വാക്കുകൾ വീട്ടിൽ വന്ന് പറയും. നമ്മളത് കേട്ട് ചിരിക്കുമ്പോൾ അവരങ്ങ് സ്വയം കേമനാണെന്ന് വിചാരിക്കും. സദാചാര മൂല്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ വളർന്നു വലുതാകുമ്പോൾ ആരോടും എന്തും പറയാനും കാണിക്കാനും അവരങ്ങ് തയ്യാറാകും. മക്കൾക്ക് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ വേണ്ടി സ്വാഭാവികമായി ഉയർന്നു വരുന്ന ചോദ്യമാണ്. എന്നുവെച്ച് നമ്മുടെ ഉറച്ച വിശ്വാസവും അഭിപ്രായവും ഒന്നും അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാതിരിക്കാൻ പാടില്ല. തെറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അപകർഷതാബോധം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത തെറ്റുകൾ പറയാതിരിക്കാനും പാടില്ല. ഈ ലോകത്ത് ജീവിക്കാനേ വിശ്വാസവും ധൈര്യവും സ്നേഹവും ഒക്കെ വേണമെന്നും എല്ലാവരും സത്യസന്ധരും ധർമ്മിഷ്ഠരും നീതിമാന്മാരും ഒന്നും അല്ലെന്നും ആഭാസന്മാരെ പോലെ തന്നെ മാതൃകാ പുരുഷന്മാരും ശത്രുക്കളെ പോലെ തന്നെ സുഹൃത്തുക്കളുമൊക്കെ ഉണ്ടെന്നും മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിനേക്കാൾ സ്വയം പരാജയപ്പെടുന്നതാണ് അഭിമാനമെന്നും മക്കളെ നമ്മൾ പഠിപ്പിക്കണം. എല്ലാവരും തിരഞ്ഞെടുക്കുന്ന വഴിയിലൂടെ അങ്ങ് പോകാതെ, ജനക്കൂട്ടത്തിന്റെ പിറകെ അങ്ങ് ഓടാതെ സ്വന്തം ആദർശത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി അവർക്കെപ്പോഴും പകർന്നു കൊടുക്കണം. നന്മ ഉയർത്തിപ്പിടിക്കാനും അതിനുവേണ്ടി പോരാടാനും അവരവർക്ക് ശരിയെന്നുള്ള തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനുമൊക്കെയുള്ള മനസ്സാണ് പിള്ളേർക്കുണ്ടാകേണ്ടത്. മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ അവർ പഠിക്കണം. പക്ഷേ കേൾക്കുന്നതിൽ നിന്നും സത്യവും നന്മയും അരിച്ചെടുക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യും. ജീവിതത്തിന്റെ ഏത് വഴി തിരഞ്ഞെടുത്താലും അതിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. എങ്ങനെയെങ്കിലും അങ്ങ് ജയിച്ചാൽ മതി. അത് വിചാരിച്ചിട്ട് മത്സരത്തിന്റെ ലോകത്ത് ജീവിക്കാൻ അവരെ പ്രേരിപ്പിച്ചാൽ ജയത്തിനായി പിന്നീട് ഏത് വളഞ്ഞ വഴിയും അവർ തിരഞ്ഞെടുക്കും. വിജയത്തിലൂടെ കൈവരുന്നത് മാത്രമല്ല ശക്തിയെന്നും പ്രശ്നങ്ങളാണ് ശക്തിയെ രൂപീകരിക്കുന്നതെന്നും ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടത്തിൽ സ്വയം അടിയറവ് പറയില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് ശക്തിയെന്നും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. തളരാനും തോറ്റുപോകാനും ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ജയിക്കുവാൻ ഒറ്റ കാരണമേ ഉള്ളൂ, അത് ജയിക്കണമെന്നുള്ള നമ്മുടെ തീരുമാനമാണ്. അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ക്ഷമിക്കുന്നത് തോൽവിയല്ലെന്നും ഈ ലോകത്ത് ജയിച്ചവരിൽ ഭൂരിഭാഗവും ക്ഷമിച്ചവരായിരുന്നുവെന്നും അവരെ പഠിപ്പിക്കണം. നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തിയും ഓരോ പാഠങ്ങളാണ്. ഒരാൾ എങ്ങനെയാകണമെന്നും ആകാതിരിക്കണമെന്നുള്ള തിരിച്ചറിവാണ് അവരിൽ നിന്ന് പഠിക്കേണ്ടതെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ദേഷ്യത്തിലായിരിക്കുമ്പോൾ പ്രതികരിക്കുവാൻ പാടില്ല. സന്തോഷത്തിലായിരിക്കുമ്പോൾ വാഗ്ദാനം നൽകുവാൻ പാടില്ല. ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കുവാൻ പാടില്ല. മറ്റുള്ളവരെ സഹായിക്കാതെ നമുക്ക് നമ്മെ സഹായിക്കാനാവില്ല. മറ്റുള്ളവരുടെ ജീവിതം ധന്യമാക്കാതെ നമ്മുടെ ജീവിതവും ധന്യമാക്കാനാവില്ല. മറ്റുള്ളവരുടെ അഭിവൃദ്ധിക്കായി ശ്രമിക്കാതെ നമുക്കൊരിക്കലും അഭിവൃദ്ധി ഉണ്ടാവുകയില്ല. ഇതൊക്കെയാണ് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓരോ മനുഷ്യരെയും വ്യത്യസ്തരാക്കുന്നത് എന്താണ് ഈ ലോകത്തിൽ? അവർ ജനിച്ചു വളരുന്ന ചുറ്റുപാടുകളും വളർന്നു വരുന്ന രീതികളും. വിമർശനങ്ങൾക്കിടയിലാണ് ഒരാൾ വളരുന്നതെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ നിന്ദിക്കുവാനും, ശത്രുതകൾക്കിടയിലാണ് അവൻ ജീവിച്ചതെങ്കിൽ എല്ലാവരോടും കലഹിക്കുവാനും, വീട്ടിൽ കിടന്ന അച്ഛനും അമ്മയും വഴക്കിടുമ്പോൾ അസ്വസ്ഥമായ അന്തരീക്ഷം കുട്ടികളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. സഹിഷ്ണുതയ്ക്കിടയിൽ വളരുകയാണെങ്കിൽ പൊതുവെ ക്ഷമാശീലം കാണിക്കാറുണ്ട്. എന്തിനും ഏതിനും മക്കളെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. ഈ കുട്ടികളൊക്കെ വളർന്നു വലുതാകുമ്പോൾ പൊതുവെ ലജ്ജാശീലരായി തീരും. നാണക്കേടിനിടയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയിൽ എപ്പോഴും ഒരു കുറ്റബോധമുള്ളവനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രോത്സാഹനവും അഭിനന്ദനവും മറ്റുള്ളവരുടെ അംഗീകാരവും ഒക്കെ ലഭിച്ചു വളരുന്ന കുട്ടികളാണെങ്കിൽ അവൻ സ്വയം ഇഷ്ടപ്പെടുകയും ആത്മാഭിമാനമുള്ളവനായി തീരുകയും ചെയ്യും. സ്വീകാര്യതയും സൗഹൃദവും ഒക്കെ കിട്ടിയാണ് അവൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ സ്നേഹം എന്താണെന്ന് അവൻ തിരിച്ചറിയും. നീതിയുക്തമായ അന്തരീക്ഷത്തിലാണ് അവൻ വളരുന്നുണ്ടെങ്കിൽ ന്യായം അവൻ പഠിക്കും.
സുരക്ഷിതാവസ്ഥയിലാണ് വളരുന്നതെന്നുണ്ടെങ്കിൽ വിശ്വാസം എന്താണെന്ന് അവൻ മനസ്സിലാക്കും. കുട്ടികളിൽ ആദ്യം നല്ല ശീലങ്ങൾ ഉണ്ടാകുവാൻ പ്രേരിപ്പിക്കുക, പിന്നെ ആ ശീലങ്ങൾ അവരെ രൂപപ്പെടുത്തും.